Good morning. Today going to talk about record organization and management. Hospital records management എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 6th യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെക്കോർഡ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. എ ഗുഡ് മെഡിക്കൽ റെക്കോർഡ് സെർവ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മെഡിക്കൽ പ്രാക്ടീഷണർ ആസ് വെൽ ആസ് ഹിസ് പേഷ്യൻറ്റ്. ഒരു ഗുഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രാക്ടീഷണർക്കും അതേപോലെ തന്നെ പേഷ്യൻറ്റിനും ഒരുപോലെ താല്പര്യമുള്ള കേസുകളാണ്. അതായത് മെഡിക്കൽ പ്രാക്ടീഷണർക്ക് ബെസ്റ്റ് പ്രാക്ടീസാണ് ഫോളോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയിക്കാനും പേഷ്യൻറ്റിന് മെഡിക്കൽ ഹെൽത്ത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് അറിയാനും ഹെൽപ്ഫുള്ളാണ്. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് കീപ്പിംഗ് ഈസ് ഇവോൾവ്ഡ് ഇൻ ടു സയൻസ്. ഒരു സയൻറ്റിഫിക്കൽ തിയറി പോലെയാണ് അത് ഫോളോ ചെയ്യുന്നത്. അതായത് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മുടെ മെഡിക്കൽ പ്രോപ്പറായിട്ടും ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ നെഗ്ലിജൻസ് ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കാനും പ്രൂവ് ചെയ്യാനായിട്ട് അവിടുത്തെ ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സോഴ്സ്, ഒരു മെഡിക്കൽ റെക്കോർഡ്സ് ആർ ദ ഓഫൺ ഓൺലി സോഴ്സ് ഓഫ് ട്രൂത്ത്. ഒരു സോഴ്സ് ഓഫ് ട്രൂത്താണ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി ഇന്ത്യയുടെ കേസിൽ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത്ര നല്ല രീതിയിലുള്ള ഗ്ലൂമി പിക്ചറാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളെല്ലാതും പൂർണ്ണമായിട്ടും മെഡിക്കൽ റെക്കോർഡിൻ്റെ പ്രോപ്പറായിട്ടുള്ള വേലയല്ല അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കോഡിംഗ് സിസ്റ്റമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്ലൈയിങ് റാഷണൽ ഫോർ ദ അലോക്കേഷൻ ലിമിറ്റഡ് റിസോഴ്സ് അവൈലബിൾ ടു പേഷ്യൻറ്റ് കെയർ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. പിന്നെ പലപ്പോഴും നമുക്ക് റിസോഴ്സ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് മെഡിക്കൽ കോളേജുകളിൽ അവിടെയൊക്കെ കിട്ടുന്നത്. നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അതേപോലെ തന്നെ പേഷ്യൻറ്റ് കെയറും അത്ര പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഓർഗനൈസേഷൻ റെക്കോർഡ് ഓൺലി എനി ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് ട്രാൻസാക്ഷൻ, ആക്ടിവിറ്റി, ഇവൻറ്റ് റിലേറ്റഡ് ആൻഡ് ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന എല്ലാ ഇടപാടുകൾ, ആക്ടിവിറ്റികൾ, ഇവൻറ്റുകൾ അതൊക്കെ കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഓരോ റെക്കോർഡ് മാനേജ്മെൻറ്റിൽ ക്രിയേഷൻ, റിസീറ്റ്, മെയിൻ്റനൻസ് അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക, അതൊക്കെ അതിൽ നമ്മുടെ പേപ്പർ ഫയൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അത് നമ്മൾ മീഡിയ ഇൻ ഹൗസ് നമ്മുടേതായിട്ടുള്ള ഡാറ്റ സ്റ്റോറേജിൽ ഡിജിറ്റലി റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ ഇൻ ദ ക്ലൗഡ് അല്ലെങ്കിൽ ക്ലൗഡിലാവുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഒബ്ജക്റ്റീവ് മെയിൻറ്റെയിനിങ് മെഡിക്കൽ റെക്കോർഡ്സ്, ആക്ച്വൽ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യാൻ, മെഡിക്കൽ റിസർച്ച് ചെയ്യാൻ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ പാരാമെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, പേഴ്സണൽ ഇഞ്ചുറി, വർക്ക്മാൻ കേസുകളൊക്കെ വരുമ്പോൾ, മാൽ പ്രാക്ടീസ് സ്യൂട്ടുകൾ ഉണ്ടാകുമ്പോൾ, മെഡിക്കൽ ഓഡിറ്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസിന് അതിനൊക്കെ മെയിൻറ്റെയിനിങ് മെഡിക്കൽ റെക്കോർഡ്സ് ആവശ്യമാണ്. ഇനി കെയർ വൈൽ ഇഷ്യൂയിങ് സർട്ടൺ മെഡിക്കൽ റെക്കോർഡ്സ്, നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സ്, ഒന്ന് പ്രിസ്ക്രിപ്ഷൻ, നമ്മൾ ഔട്ട് ഓഫ് പേഷ്യൻറ്റിന് കൊടുക്കുന്നതാണ് പ്രിസ്ക്രിപ്ഷൻ. മെഡിസിൻസ്, ഡ്രഗ്സൊക്കെ എഴുതി കൊടുക്കുന്നത്, എങ്ങനെയാണ് ഡ്രഗ്സ് കഴിക്കേണ്ടത്, അതിൻ്റെ ഡോസോ ഫ്രീക്വൻസി, എത്ര ദിവസം കഴിക്കണം, അതിൻ്റെ ഡീറ്റെയിൽസ്, പേഷ്യൻ്റ് നെയിം, ഏജ്, സെക്സ്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. പിന്നെ റിപ്പോർട്ട്, എക്സ്റേ, ലാബ്, MRI അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ, അത് ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആയിരിക്കണം ആ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ബയോപ്സിക്കൊക്കെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് കൊടുക്കുക, ഒറിജിനലി കീപ്പ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. റെഫറൽ നോട്ട്സ്, പിന്നെ നമ്മൾ മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ ഡിസ്ചാർജ് കാർഡിൽ ഇൻവെസ്റ്റിഗേഷൻ, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് അവിടെ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ടുള്ള പിന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടായിരിക്കും ഡിസ്ചാർജ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു എവിഡൻസ് ആണ് വാച്ചിങ് ദ ട്രൂത്ത് ഡിറ്റർമിൻഡ് ബൈ ദ ഡോക്ടർ ഇഷ്യൂയിങ് സച്ച് ഡോക്യുമെൻറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സബ്മിറ്റ് ചെയ്യാവുന്ന കോർട്ട് ഓഫ് ലോയ്ക്കൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് മെഡിക്കൽ ഡോക്ടർ ലെറ്റർ പേഡിൽ എഴുതണം, ഡേറ്റ് ടൈമൊക്കെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇഷ്യൂ ഓൺലി ലെജിറ്റിമേറ്റ് പർപ്പസിനായിരിക്കണം, അത് യുക്തമായിട്ടുള്ള കാര്യത്തിനായിരിക്കണം കൊടുക്കേണ്ടത്. വിത്തൗട്ട് ആംബിഗിറ്റി, അവ്യക്തതയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കാര്യങ്ങളുണ്ടായിരിക്കണം. എത്രമാത്രം പീരീഡ് ഓഫ് ഇൽനെസ്, എത്ര കാലഘട്ടത്തേക്കാണെന്ന് ഉണ്ടായിരിക്കണം. ഡയഗ്നോസ്റ്റിക്, എന്തൊക്കെ ഡയഗ്നോസിസ് ആണ്, ട്രീറ്റ്മെൻറ്റാണ് നടത്തിയിട്ടുള്ളത് ഡിസ്ക്ലോസ് ചെയ്യണം. അതിന് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഡോക്ടറുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഐഡിയലി റെക്കോർഡ് 3 ഇയർ അഡൽട്ട് പേഷ്യൻറ്റിനാണെങ്കിൽ 3 വർഷത്തേക്ക് കീപ്പ് ചെയ്യണം. 21 ഇയേഴ്സ് ന്യൂനറ്റൽസിനൊക്കെ ആണെങ്കിൽ 18 വയസ്സ് കഴിയാത്തവർക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, 18 ഇയേഴ്സ് വരെ കീപ്പ് ചെയ്തിരിക്കണം. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആണെങ്കിൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂ 7 ഇയേഴ്സ് കീപ്പ് ചെയ്യണം. ഇനി ഹൗ ടു ഡിസ്ട്രോയ് റെക്കോർഡ്സ്, ഈ റെക്കോർഡ്സൊക്കെ എപ്പോഴാണ് ഡിസ്ട്രോയ് ചെയ്യാന്നുള്ളത്. സാധാരണഗതിയിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത റെക്കോർഡുകളൊക്കെ 1 മന്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ലിറ്റിഗേഷൻ പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കേസ് പോയിട്ടുണ്ടെങ്കിൽ, ഫ്യൂച്ചർ ട്രബിൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ, അതുപോലെ മെൻ്റലി റിട്ടാർഡഡ് പേഴ്സണൊക്കെ ആണെങ്കിൽ
പിന്നെ പ്രീ ലിറ്റിഗേഷൻ പ്രോസസ്സ് അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ്സ് ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല, കീപ്പ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പിന്നെ ഹാർഡ് കോപ്പി റിപ്പോർട്ട് കൺസെൻറ്റ് നീഡ് ടു ബി ഹാർഡ് കോപ്പി ആയിട്ട് കീപ്പ് ചെയ്യണം. ഡോക്ടർ റെഫറൻസ് ഹാർഡ് കോപ്പി ആയിട്ട് കീപ്പ് ചെയ്യണം. പോലീസ് കേസ് ആണെങ്കിൽ അതിന് ഹാർഡ് കോപ്പി വേണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഹാർഡ് കോപ്പി വേണം. അതിനൊക്കെ ഹാർഡ് കോപ്പി, മറ്റുള്ളതൊക്കെ ഡിജിറ്റൽ കോപ്പീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ ഹാർഡ് കോപ്പി മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.